പടിഞ്ഞാറൻ കൊളംബിയയെ വിറപ്പിച്ചുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ ലഭിച്ച ഔദ്യോഗിക വിവരപ്രകാരം 111 പേർ ദുരന്തത്തിൽ ദാരുണമായി മരണപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിൽ കൊളംബിയയിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണിത്. അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനമാണ് രാജ്യത്തുണ്ടായത്. കാപ്പി ഉൽപാദന മേഖലയായ റിസറാൾഡയിലും ചോക്കോയിലുമാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാനിസാലസ് നഗരത്തിലെ ചരിത്രപ്രസിദ്ധമായ നവഗോത്തിക് കത്തീഡ്രലിന്റെ ഒരു വശം തകർന്നു വീണു. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗ്രാമമേഖലയായ ചോക്കോയിലും വലിയ തോതിലുള്ള ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ചോക്കോയിൽ മാത്രം 12 പേർ മരണപ്പെടുകയും 84 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇവിടുത്തെ ഗവർണർ നൂബിയ കരോലിന കോർഡോബ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള ഈ മേഖലയിൽ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും തകരാറിലായതിനാൽ ദുരന്തത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവരാൻ ഇനിയും സമയമെടുക്കും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തകരും പോലീസും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന സംഘം അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയും ചിലയിടങ്ങളിൽ കൈകൊണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുമൊക്കെ അതിശക്തമായ തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തര സേവനങ്ങളുടെ ഭാഗമായി പടിഞ്ഞാറൻ മേഖലയിലെ നിരവധി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം കൊളംബിയയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്.